കട്ടപ്പനയിൽ ബാങ്കിലെ നിക്ഷേപം തിരികെ കിട്ടാത്തതിനെ തുടർന്ന് വ്യാപാരി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഡിവൈഎസ്പി ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കുറ്റക്കാരെ അറസ്റ്റ് ചെയ്യുന്നതുവരെ കോൺഗ്രസ് ശക്തമായ സമരം സംഘടിപ്പിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു. കട്ടപ്പനയിലെ നിക്ഷേപകൻ സാബു തോമസിന്റെ ആത്മഹത്യയ്ക്ക് ഉത്തരവാദികളായ CPM നേതാവിനെയും ബാങ്ക് ജീവനക്കാരെയും അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടാണ് കോൺഗ്രസ് കട്ടപ്പന ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഡിവൈഎസ്പി ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. മാർച്ച് പോലീസ് സ്റ്റേഷന് സമീപം തടഞ്ഞു. നേരിയ സംഘർഷത്തിനിടയിൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് നേതൃത്വത്തിൽ പോലീസ് ഉദ്യോഗസ്ഥന്റെ കയ്യിലിരുന്ന ലാത്തി പിടിച്ചു വാങ്ങി കൊടികെട്ടാൻ ശ്രമം നടത്തി. പ്രതിഷേധ യോഗം AICC അംഗം EM അഗസ്തി ഉദ്ഘാടനം ചെയ്തു. സഹകരണ സ്ഥാപനം എന്ന കള്ളപ്പേര് പ്രചരിപ്പിച്ചുകൊണ്ട് സാബുവിനെ പോലെയുള്ള സത്യസന്ധരായവരുടെ മുഴുവൻ സമ്പാദ്യവും തട്ടിയെടുക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരാണ് നാട്ടിലെ വയ്യവേലികൾ. വ്യക്തമായ തെളിവുകൾ ഉണ്ടായിട്ടും പ്രതികളെ കണ്ടെത്താനും അറസ്റ്റ് ചെയ്യാനും പോലീസിന് കഴിയുന്നില്ല. ഇതിനർത്ഥം പോലീസ് ഭരിക്കുന്ന പാർട്ടിയുടെ ചട്ടുകമായി മാറിയിരിക്കുന്നു എന്നതാണ്. കേരളത്തിലെ മുഴുവൻ സഹകരണ സ്ഥാപനങ്ങളെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൊള്ളയടിക്കുകയാണെന്നും സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് EM അഗസ്തി പറഞ്ഞു. കണ്ടളയും കരുവന്നൂരും കട്ടപ്പനയും അങ്ങനെ ഉദാഹരണങ്ങൾ കേരളത്തിന് മുമ്പിലുണ്ട്. ഒരു മാർക്സിസ്റ്റ് പാർട്ടി മറുപടി പറയണം. ഒരു ജീവനും സഹകരണ സ്ഥാപനത്തെ കൊള്ളയടിച്ചതിന് മാർക്സിസ്റ്റ് പാർട്ടി മറുപടി പറയണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇവിടെ ആത്മഹത്യാക്കുറിപ്പും ശബ്ദരേഖയും ഉണ്ടായിട്ടും ഭരണ നേതൃത്വത്തിന്റെ ഇടപെടൽ കൊണ്ടാണ് പോലീസ് നിഷ്ക്രിയമായി നിൽക്കുന്നത്. സാബുവിന്റെ കുടുംബത്തിന് നീതി ലഭിക്കുന്നതുവരെ കോൺഗ്രസ് ശക്തമായ സമരം നടത്തുമെന്നും നേതാക്കൾ പറഞ്ഞു. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ അധ്യക്ഷനായിരുന്നു. UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി, KPC സെക്രട്ടറി തോമസ് രാജൻ, നേതാക്കളായ അഡ്വക്കേറ്റ് സേനാപതി വേണു, ജോർജ് ജോസഫ് പടവൻ, MD അർജുനൻ, അഡ്വക്കേറ്റ് KJ ബെന്നി, KB സെൽവം, ജെയ്സൺ K ആന്റണി, മനോജ് മുരളി, ജോസ് മുത്തരാട്ട്, ഫ്രാൻസിസ് അറക്കപ്പറമ്പിൽ, ബീന ടോമി, മിനി സാബു, സിജു ചക്കുമുട്ടിയിൽ, അനീഷ് മണ്ണൂർ, PM ഫ്രാൻസിസ്, ലിനീഷ് അഗസ്റ്റിൻ, ജെയിംസ് കാപ്പൻ, ഷാൽ വെട്ടിക്കാട്ട് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.